أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ജംഉൽ ജവാമി ഒന്നാം ഗ്രൂപ്പിലുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, സഹപാഠികളെ, നമ്മുടെ ജംഇന്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ചർച്ചകൾ മുഖദ്ദിമയിലൂടെയുള്ള കലാമിലൂടെയാണ്. അതിന്റെ മത്തിനി ഇങ്ങനെ നമുക്ക് വായിക്കാം. അൽ കലാമു ഫിൽ മുഖദ്ദിമാതി ഉസൂലുൽ ഫിഖ്ഹി ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു വഖീല മഅരിഫത്തുഹാ വൽ ഉസൂലിയു അൽ ആരിഫു ബിഹാ വബി തുറുഖി ഇസ്തിഫാദത്തിഹാ വമുസ്തഫീദിഹാ. ഇങ്ങനെ അങ്ങ് നമുക്ക് അതിന്റെ മത്തിന് വായിക്കാം. ഇതാണിപ്പോ ജംഉൽ ജവാമി. അതിന്റെ സാരം അൽ കലാമു ഫിൽ മുഖദ്ദിമാതി, ഇത് മുഖദ്ദിമകളിലുള്ള കലാമാണ്. അല്ലെങ്കിൽ അൽ കലാമു കലാമാകുന്നത് ഫിൽ മുഖദ്ദിമാതി മുഖദ്ദിമകളിലാണ്. അപ്പൊ സംസാരിക്കപ്പെടുന്ന വിഷയം പ്രത്യേക പദങ്ങളിലാണ് എന്ന് വെക്കാം. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാല് ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയും, ഫിഖ്ഹിന്റെ ഇജ്മാലിയായ ദലായിലുകളാണ്. വക്കീല, അവിടെ ഒരു പരിഗണിക്കാൻ പറ്റുന്നൊരു അഭിപ്രായമുണ്ട്. അതെന്താ? മഅരിഫത്തുഹ. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തു ദലായിലിൽ ഫിഖ്ഹിൽ ഇജ്മാലിയ, ഫിഖ്ഹിന്റെ ഇജ്മാലിയായ അഥവാ മൊത്തമുള്ള ഒരു ലക്ഷ്യങ്ങളെ അറിയുക എന്നുള്ളതാണ് തീരപ്രകാരം ഉസൂൽ ഫിഖ്ഹിന്റെ തഅരീഫ്. തീരെ ഒഴിവാക്കിയിട്ട് മുസന്നിഫ് അവറുകൾ പറഞ്ഞ രീതിയിൽ വെക്കുകയാണെങ്കിൽ മഅരിഫത്ത് ഒഴിവാക്കിയിട്ട. വൽ ഉസൂലിയു, പിന്നെ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ നഹ്വിയ്യ്, ഫഖീഹി, ഫിഖ്ഹി എന്നൊക്കെ പറയുന്ന മാതിരി ഉസൂലി എന്ന് പറയുന്നു. ആരാ ഉസൂലിയ്? അൽ ആരിഫ് ബിഹ, ഈ പറഞ്ഞ ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ കൊണ്ട് അറിയുന്ന ആള്. അത് മാത്രം പോരാ, വബി തുർഖി ഇസ്തിഫാദത്തിഹാ വമുസ്തഫീദിഹാ, ആ ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ മനസ്സിലാക്കി എടുക്കുന്ന വഴികളും അത് മനസ്സിലാക്കുന്ന രീതികളും ഒക്കെ ഉണ്ട്. അത്തരം വഴികളെ കൊണ്ടൊക്കെ അറിയണം. ഇങ്ങനെ ഒത്ത ആളാണ് ഉസൂലി. ഇത് കഴിഞ്ഞു. ഇതാണിപ്പോ മത്തിനാകെ ഉള്ളത്. ഇനി ഇതിനെ കുറിച്ചാണ് വ്യാഖ്യാനിക്കാറുള്ളത്. എന്താണ് വ്യാഖ്യാനത്തിലുള്ളത് നമുക്ക് നോക്കാം. ഷാരിഹ് എന്ന് പറയുന്നു, അൽ കലാമു ഫിൽ മുഖദ്ദിമാതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസന്നിഫ് അവർകൾ തുടങ്ങിയത് ഉസൂൽ ഫിഖ് പറഞ്ഞ് നിർവചിച്ചിരിക്കുകയാണ്. അപ്പൊ അൽ കലാമു ഫിൽ മുഖദ്ദിമാത്തിന്റെയും ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞ ഈ രണ്ട് പദങ്ങൾക്കിടയിലും മത്തിനുകൾക്കിടയിലും വിശദീകരണമുണ്ട്. ഇവിടെ അൽ കലാമു ഫിൽ മുഖദ്ദിമാത്തി എന്ന് കഴിഞ്ഞിട്ട് ഉസൂൽ ഫിഖ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വ്യാഖ്യാനിക്കാറുള്ളത് ഇഫ്തതഹ, ഈ മുഖദ്ദിമകളെ മുസന്നിഫ് തുടങ്ങി വെച്ചത് എന്തുകൊണ്ടാ? ബിത്തഅരീബി ഉസൂൽ ഫിഖ്, ഉസൂൽ ഫിഖിനെ നിർവചിച്ചുകൊണ്ടാണ്. എന്താ മുസന്നിഫ് മുഖദ്ദിമകളിൽ സംസാരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഉസൂൽ ഫിഖിനെ നിർവചിച്ചുകൊണ്ട് തുടങ്ങിയത്? ലിയതസവ്വറുഹു, ഉസൂൽ ഫിഖിനെ മനസ്സിലാക്കാൻ വേണ്ടി. ആര്? ത്വാലിബുഹു, ഉസൂൽ ഫിഖ് എന്താണെന്ന് അന്വേഷിച്ചു വരുന്ന അന്വേഷകൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി. ആ അന്വേഷണത്തിലാണല്ലോ അപ്പൊ നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളൊക്കെ പെടുമല്ലോ. അപ്പൊ ആ ത്വാലിബ് ഈ ഉസൂൽ ഫിഖ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുസന്നിഫ് ആ മുഖദ്ദിമകളെ ഉസൂൽ ഫിഖിന്റെ നിർവചിച്ചു കൊണ്ട് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ത്വാലിബ് അഥവാ വിദ്യാർത്ഥി ഉസൂൽ ഫിഖിനെ തസവ്വുറാക്കി എടുക്കുക? അത് ബിമാ യളുബതു മസായിലുൽ കസീറത, ഈ ഉസൂൽ ഫിഖിന് അധിക മസ്അലകളുണ്ട്. അതിന്റെ അധിക മസ്അലകളെ എങ്ങനെയൊക്കെയാണ് അതിനെ ക്ലിപ്തമാക്കി എടുക്കേണ്ടത്, തിട്ടമാക്കി എടുക്കേണ്ടത് എന്നതുകൊണ്ട്
വിദ്യാർത്ഥി ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഉസൂൽ ഫിഖിനെ നിർവചിക്കണ്ടേ? ഒരു വസ്തുവിനെ നിർവചനത്തിലൂടെ അല്ലേ മനസ്സിലാക്കുക? അപ്പൊ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു. നിർവചിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അതിനെ മനസ്സിലാക്കാൻ വേണ്ടി. ഉദാഹരണമായി പറഞ്ഞ ഇൻസാൻ ഒരു മനുഷ്യനാണ്. ആരാണ് മനുഷ്യൻ? ഇൻസാനെ തസവറാക്കണമെങ്കിൽ ആ ഇൻസാൻ നിർവചിക്കണ്ടേ? എന്തുകൊണ്ടാണ് നിർവചിക്കുക? ഹയവാനാത്തിക്ക് എന്നതുപോലെ ഉസൂൽ ഫിഖ് എന്താണെന്ന് അതിൻ്റെതായ രീതികളിൽ ഒരുപാട് മസ്അലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണത്. അപ്പൊ അതിന്റെ മസ്അലകളെ തിട്ടപ്പെടുത്തി മനസ്സിലാക്കണമെങ്കിൽ ആ ഒന്നുകൊണ്ട് തസവറാക്കണമെങ്കിൽ എന്ത് വേണം? ഫിഖിനെ, ഉസൂൽ ഫിഖിനെ നിർവചിക്കണം. അവർ നിർവചനം കൊണ്ട് മുസന്നിഫ് തുടങ്ങിയത് അതിനാണ്. അപ്പോ തസവറാക്കുന്നത് അതുകൊണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ തസവറാക്കുന്നത് എന്നപ്പോ ചോദിച്ചാലോ? അല്ലെങ്കിൽ തസവറാക്കിക്കൂടെ? ഇങ്ങനെ തന്നെ വേണം തസവറാക്കണോ? തസവർ ഏത് രീതിക്കും ആവാം. ഇവിടുത്തെ തസവർ അങ്ങനെ പോരാ. മുസന്നിഫിന്റെ ലക്ഷ്യം ഈ ജമ്മുൽ ജവാമിയിൽ പറയുന്ന ഉസൂൽ ഫിഖിനെ തസവറാക്കുന്നത് എങ്ങനെയെങ്കിലും പോരാ. പിന്നെന്ത് വേണം? ലിയകൂന അലാ ബസീറത്തിൻ ബി തതല്ലുബിഹാ. ഈ ഉസൂൽ ഫിഖിനെ അതിൻ്റെതായ മസ്അലകൾ ഉണ്ടല്ലോ, ആ മസ്അലകളൊക്കെ ഘട്ടം ഘട്ടം അല്പാൽപമായി അന്വേഷിക്കുകയാണ്. അങ്ങനെ അല്പത്തെ തേടിക്കൊണ്ട് നല്ല ഉത്ബോധത്തിന്റെ മേലിലായിരിക്കണം ഈ തസവ്വുർ. അപ്പൊ നല്ല ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇത് തസവ്വുറാക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ആ നിലക്ക് ഇവിടുത്തെ താരിഫ് നടത്തണ്ടേ? അങ്ങനെ ഘട്ടത്തിലൂടെയായിട്ട് അല്പാൽപങ്ങൾ അന്വേഷിച്ച് തേടി പിടിച്ച് മനസ്സിലാക്കുന്ന ഉത്ബോധത്തോടെ ഇത് പറഞ്ഞു. ആന്തേ ഇതിലോ തതൊല്ലബഹ, ഈ പറയുന്ന മസ്അലകളെ അവൻ തേടിയെടുത്തു. ഖബില ലബ്തിഹ, എന്താണ് ആ മസ്അലകൾ എന്ന് ലബ്താക്കിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് തേടിപ്പോയി. അങ്ങനെ ലബ്താക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ പറയുന്ന ഉസൂൽ ഫിഖിന്റെ മസ്അലകളെ ഒരു അന്വേഷിക്കുന്നവൻ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം ലം യുഅ്മൻ, ഈ അന്വേഷകൻ എന്ന് പറയുന്ന നമ്മളൊക്കെ തന്നെയാണ് വിദ്യാർത്ഥിന് കൂട്ടുക. താലിബീങ്ങളൊക്കെ നിർഭയത്വമാവൂല. എന്ത്? ഫവാത്ത മാ യുറജ്ജിഹി, അവൻ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടലിനെ അവൻ നിർഭയത്വമാവൂല. വളിയാഅൽ വഖ്തി ഫീമാ ലാ യഅ്നിഹി, അവന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സമയത്തെ തള്ളി നീക്കുക, സമയത്തെ പാഴാക്കുക. ആ പാഴാക്കലിനെയും അവൻ ആഗ്രഹിക്കുന്ന ഒന്ന് നഷ്ടപ്പെടലിനെയും അവന് വിശ്വാസം ഉണ്ടാവൂല. ആ വിശ്വാസം ഇല്ലാതെ വരും. അപ്പൊ നല്ല വിശ്വാസത്തോടുകൂടി ഞാൻ എന്റെ സമയം വിനിയോഗിക്കുന്നത് അത്യാവശ്യ കാര്യമാണെന്നും ഞാൻ ഇന്നതാണ് ആഗ്രഹിക്കുന്നത് അതെനിക്ക് നഷ്ടപ്പെടുകയില്ല എന്നും വരണമെങ്കിൽ അതിനെ ക്ലിപ്തമാക്കിയിട്ട് ആ രൂപത്തിലൊന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോൾ നല്ല ഉൾബോധത്തോടുകൂടി അതിനെ തസവ്വുറാക്കി എടുക്കണം. അപ്പോ ആ നിലപാടൊക്കെ വന്നപ്പോ മുസന്നിഫ് ഈ മുഖദ്ദിമകളെ തുടങ്ങി തന്നെ ഉസൂൽ ഫിഖിനെ നിർവഹിച്ചുകൊണ്ടാണ്. അപ്പോ ഇങ്ങനെ വരുമ്പോ വഖാല, ഇത് മനസ്സിലാക്കി നമ്മുടെ മുസന്നിഫ് അഥവാ ജംഉൽ ജവാമിയുടെ മുസന്നിഫ്. അങ്ങനെ മുസന്നിഫ് പറഞ്ഞു ഉസൂൽ ഫിഖ്. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാല് ദലായിലുൽ ഫിഖിൽ ഇജ്മാലിയ, ദലായിലുൽ ഫിഖിൽ ഇജ്മാലിയാകുന്നു ഫിഖിന്റെ മൊത്തമുള്ള ലക്ഷ്യങ്ങൾ, അടിസ്ഥാനങ്ങൾ, നിയമങ്ങൾ എന്നാകുന്നു എന്ന് മുസന്നിഫ് ഒന്ന് പറഞ്ഞു. അപ്പൊ ആ തേരി പറയുമ്പോ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഉസൂൽ ഫിഖ് എന്നതാണ് അത് ശരിക്കും തസവ്വുറാക്കണം. അതിനൊരുപാട് മസ്അലകളുണ്ട്, അത് ക്ലിപ്തമായി തന്നെ തിട്ടപ്പെടുത്തി തന്നെ അറിയണം. അങ്ങനെ അറിയുന്നൊരു രീതി ഉണ്ടാക്കി തീർത്തു മുസന്നിഫ് അവറുകൾ ഈ മുഖദ്ദിമയെ നിർവചിച്ചു കൊണ്ട് തുടങ്ങിയപ്പോ ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ഉസൂൽ എന്ന് വേറെ ഫിഖ് എന്ന് വേറെയാണ്. ഉസൂലിനെ ഫിഖിലേക്ക് ഇലാബത്ത് ചെയ്തു. അങ്ങനെ ഇലാബത്ത് ചെയ്തും കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു ഇലാഫിയായ ഒരു അലമാണ്. അബ്ദുള്ള എന്ന് പറയും പോലെ അബ്ദുള്ള രണ്ട് ഇസ്മാണ്, രണ്ടും കൂട്ടി ഇലാബത്ത് ചെയ്തിട്ട് പിന്നെന്താക്കി അത് ഒരു കൂട്ടിച്ചേർത്തൊരു പേരാക്കി മാറ്റി എന്നതുപോലെ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതെന്താണ്? ഒരു പേരന് അലമാണ്. അപ്പൊ അതിന് വ്യാഖ്യാനിക്കുകയാണ് ഫന്നോ, ഫന്നാകുന്നത് നമ്മുടെ ഈ ഗ്രന്ഥത്തിലുള്ള പറയപ്പെട്ട കിതാബിലുള്ള വിഷയം ഇനം ഫന്ന്. ആ ഫന്നാകുന്നത് എങ്ങനത്തെ ഫന്ന്? അൽ മുസമ്മ, പേര് നൽകപ്പെട്ടതായ. എന്തുകൊണ്ട് പേര് നൽകപ്പെട്ടു? ബിഹാദൽ ലഖബി ഉസൂൽ ഫിഖ് എന്ന ലഖബലം, ഉസൂൽ ഫിഖ് എന്ന് പറയുന്ന ഈ ലഖബലം. അപ്പോ
ഇത് ഇലാഫി ആയതോടുകൂടി തന്നെ മുറക്കബായ് ഇലാഫിയാണ്, കൂട്ടിച്ചേർത്തല്ലോ രണ്ടിനെയും കൂടി ഉസൂലിനെ ഫിഖിലേക്ക് ചേർത്ത് മുറക്കബാക്കിയിട്ട് ഒന്നാക്കി. അങ്ങനെ വരുമ്പോ ഇത് ഇലാഫിയായ മുറക്കബായ ലഖബലമാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഈ ലഖബലം കൊണ്ട് പേര് വെക്കപ്പെട്ടതായ ഫന്ന് എന്നാണ് ഉസൂൽ ഫിഖിന്റെ അർത്ഥം. അപ്പൊ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കേണ്ടത് എന്താണ്? ഈ ലഖബലം കൊണ്ട് പേര് നൽകപ്പെട്ട ഫന്ന, മുസമ്മ ഫന്നാണ് ഈ ഫന്നാകുന്നത്. എങ്ങനത്തെ ലഖബലം എന്നറിയോ? അൽ മുശീരി. ഈ ലഖബലം അറിയിക്കുന്നുണ്ട്. എന്തറിയിക്കുന്നുണ്ട്? ബി മദ്ഹിഹി, ആ ഫന്നിനെ മദ്ഹ് ചെയ്യണമെന്ന്. അപ്പോ ഉസൂൽ ഫിഖ് എന്ന് പറയുന്ന ലഖബലം പേര് വെച്ചപ്പോ തന്നെ അതിന്റെ ഉള്ളിലുണ്ട് എന്തറിയിക്കുന്നുണ്ട്? അത് ഈ ഫന്നിനെ ഒന്ന് മദ്ഹ് ചെയ്യണം. അങ്ങനെ മദ്ഹ് ചെയ്യൽ കൊണ്ട് അറിയിക്കുന്നതാണ് ഈ ലഖബലം. അങ്ങനത്തെ ലഖബലം കൊണ്ടാണ് പേര് വെക്കപ്പെട്ടത്. അങ്ങനെ പേര് വെക്കപ്പെട്ട ഫന്നാകുന്നത് എന്നാണ് വ്യാഖ്യാനിച്ചത്. എന്തുകൊണ്ട് മദ്ഹ് ചെയ്യണം ഈ ഫന്നിനെ? ബിബിത്നാഇൽ ഫിഖ്ഹി അലൈഹി, ആ ഒന്നിന്റെ മേലിലാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കർമ്മത്തെ. കർമ്മം എന്ന് പറയും ഫിഖ്ഹിനെ, ഫിഖ് എന്ന് പറഞ്ഞ വിധികളെ എന്ന് മനസ്സിലാക്കാൻ അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അതിനർത്ഥം. അപ്പൊ എന്തിന്റെ മേലിലാണോ, അതായത് ആ ഒന്നിന്റെ മേലിലാണ് ഈ ഫിഖീൻ എടുക്കുന്നത്. അങ്ങനെ ഫിഖീൻ എടുക്കുക എന്നതുകൊണ്ട് അപ്പൊ ഒരു ഫന്നുണ്ട് അവിടെ, ആ ഫന്നിന്റെ മേലിലാണ് നമ്മൾ ഈ ഫിഖീൻ എടുക്കുന്നത്. അങ്ങനെ ഫിഖീൻ എടുക്കുക എന്നതുകൊണ്ട് ഈ ഫന്നെ മദ്ഹ് ചെയ്യണം. ആന്തേ അങ്ങനെയൊക്കെ പറയണത്? എന്തിന്റെ ആ ഫന്നിന്റെ മേലിലാണ് ഫിഖീൻ എടുക്കുന്നതിൽ പറഞ്ഞത്. അങ്ങനെ വെക്കാൻ അർത്ഥം ഇതിൽ അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഉസൂൽ ഫിഖ് എന്ന് കൊടുത്തിട്ട് അസ്ലി എന്ന് പറയാം അല്ലെ? ഇവിടെ ഉസൂൽ ഫിഖ് എന്നല്ലേ കൊടുത്തത്? ഉസൂൽ തന്നെ അടിസ്ഥാനം എന്നല്ലേ? എന്താ ഈ അടിസ്ഥാനം? എല്ലാം നിർവചിക്കണല്ലോ. അപ്പോ അസ്ലി എന്ന് പറഞ്ഞാല് ഒന്നാണ്. അങ്ങനത്തെ ഒന്ന് യുബത്തനാലേക്ക് ഈ അസിലിന്റെ മേലിൽ വയറു ഇതല്ലാത്ത ഒന്നിനെടുക്കപ്പെടും. അപ്പൊ ഒരു വീടെടുക്കുമ്പോ തറ കെട്ടണം, അതാണ് അസില്. ഇനി ആ അസിലാവുന്ന തറയുടെ മുകളിലാണ് വീടിന്റെ ചുമരുകളും ഭിത്തിയൊക്കെ വരിക. അപ്പൊ അസിൽ മേൽ ശാഖയെ കണ്ടെത്തും, അതാണല്ലോ അസില്. അപ്പൊ ആ കാരണം വെച്ച് നോക്കിയിട്ടാണ് ഒരു ഫന്നുണ്ട് ഇവിടെ. ആ ഫന്നിന്മേൽ നിന്നുകൊണ്ടാണ് എന്തെടുക്കുന്നത്? നമ്മൾ ഫിഖ് എന്ന് പറയുന്ന വിധികളെ, കർമ്മത്തൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനത്തെ ഒരു എടുക്കല് കൊണ്ട് ഈ ഫന്നിനെ മദ്ഹ് ചെയ്യണം. അങ്ങനെ മദ്ഹ് ചെയ്യുക എന്നതുകൊണ്ട് അറിയിക്കുന്ന സ്ഥാനപ്പേരാണ് ലഖബലമാണ് ഉസൂൽ ഫിഖ്. അങ്ങനത്തതായ ഫന്ന് എന്നായിപ്പോ അർത്ഥം. അപ്പൊ ഈ നിലപാടിലൂടെയൊക്കെ അർത്ഥം വെച്ച് വരുന്ന വ്യാഖ്യാനിക്കപ്പെടുന്ന നമ്മുടെ ഫന്ന് അഥവാ ഉസൂൽ ഫിഖ് എന്ന പേര് കൊണ്ട് അറിയപ്പെടുന്ന ഫന്ന് അതെന്താകുന്നു? ദലായിലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു, അത് ഫിഖ്ഹിന്റെ ഇജ്മാലിയായിരിക്കുന്ന ലക്ഷ്യങ്ങളാണ്, നിയമങ്ങളാണ്, ഖായിദകളാണെന്നൊക്കെ പറയാം. ഇജ്മാലി എന്ന് കൊടുത്തു, അതിന്റെ ലാസിം അർത്ഥം തന്നെയാണ് വ്യാഖ്യാനിക്കാനുള്ളത്. ഐ ഗൈറുൽ മുഅയ്യനത്തി, ഇജ്മാലിന്റെ അർത്ഥം തന്നെ മുഅയ്യൻ അല്ലാത്തത്, വ്യക്തമാവാത്തത് എന്നർത്ഥം. ഇന്നതെന്ന് വ്യക്തമാവില്ല, ആ മൊത്തത്തിലെ വരും. അങ്ങനെ വ്യക്തമാക്കപ്പെടാത്ത ഇജ്മാലിയായിരിക്കുന്ന നിയമങ്ങളാണ് ഫിഖിന്റെ നിയമങ്ങളെ കൊണ്ടാണ് ഉസൂൽ ഫിഖ് എന്ന് പറയുക എന്നാണ് ഇപ്പൊ മുസന്നിഫ് പറഞ്ഞിരത്തുക. വൈറൽ മുഅയ്യനത്തായ ഇജ്മാലിയായ ദലായിലുകൾ ഏതുപോലെയെന്ന് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് തിരിയും. അപ്പൊ ആ ഉദാഹരണം നോക്കുക. മുത്തലഖിൽ അംരി, കേവലം മുത്തലഖായ ഒരു അംറ്, വന്നഹി, മുത്തലഖായ നഹി, വഫഅലിൻ നബി, നബിയുടെ മുത്തലഖായ പ്രവൃത്തി, വൽ ഇജ്മായി, ഇജ്മാഅ്, വൽ ഖിയാസ്, ഖിയാസ്, വൽ ഇസ്തിസ്ഹാബി, ഇസ്തിസ്ഹാബ്. ഇതൊക്കെ ദലായിലുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. എങ്ങനത്തതായ അംറ് മുത്തലഖ്? അൽ മബ്ഹൂസി അൻ ഔവലിഹ എന്ന് പറഞ്ഞത് അതാണ്. അൽ മബ്ഹൂസി അൻ ഔവലിഹ, ഈ പറയപ്പെടുന്ന ദലായിലുകളിൽ ആദ്യം പറഞ്ഞ മുത്തലഖുൽ അംറല്ലേ, ആ മുത്തലഖുൽ അംറിനെ തൊട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഖബറാക്കപ്പെടുക, അതിനെ തൊട്ട് വിവരം നൽകപ്പെടുക. എന്തുകൊണ്ട്? ബി അന്നഹൂലിൽ വുജൂബി ഹഖീഖതൻ, കേവലം ഹഖീഖത്തിൽ അംറ് എന്ന് പറഞ്ഞാൽ വുജൂബിനുള്ളതാണ്. അതാണ് മുത്തലഖുൽ അംറ് എന്ന് പറഞ്ഞത് ആദ്യത്തേത്. അതിനെ തൊട്ട് എന്ത് ചെയ്യാം? അംറ് ഹഖീഖത്തിൽ വുജൂബിനുള്ളതാണെന്ന് ഖബറാക്കിക്കൊണ്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ഒന്നേ. വസാനി, നഹിയാകുന്നത് ബി അന്നഹൂലിൽ ഹിർമത്തി,
നഹി ഹഖീഖത്തിൽ കദാലിക ഹഖീഖത്തിൽ ഹറാമിനുള്ളതാണ്. വൽ ബാഖി ബാക്കിയൊക്കെ അങ്ങനെ പറയാം. ഫീറുൻ നബി ഇജ്മാ ഖിയാസ് എന്നൊക്കെ പറയാം. ഫീറുൻ നബി ബി അന്നഹു ഹുജ്ജത്തുൻ വൽ ബി അന്നൽ ഇജ്മാ ഹുജ്ജത്തുൻ ബി അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ ബി അന്നൽ ഇസ്തിസ്ഹാബ ഹുജ്ജത്തുൻ എന്നിങ്ങനെ പറയാം. ഇങ്ങനെ ഖബറാക്കി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പറയപ്പെട്ട ദലായിലുകളാണ് ആ ഇജ്മാലിയായിരിക്കുന്ന ദലായിലുകള്. വൈരിദാലിക്ക ഇവിടെ പറയപ്പെട്ടത് അല്ലാത്തതുപോലെയും ഇവിടെ പറയപ്പെടാത്തതുമുണ്ട്. എന്തിൽ നിന്ന്? മിമ്മ ഒന്നിനാൽ യഅ്തി ആ ഒന്ന് വരുന്നുണ്ട്, മഅമ ഒന്നോടുകൂടെ. എങ്ങനത്തെ ഒന്ന്? യതഅല്ലഖു ബിഹി ആ വൈറിനോട് ഈ ഒന്ന് ബന്ധിക്കുന്നുണ്ട്. ഈ വൈറിനോട് ആ ഒന്ന് ബന്ധിക്കുന്നു. അങ്ങനെ വൈറുമായിട്ട് ബന്ധിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അങ്ങനത്തെ ഒന്ന് ശേഷം വരുന്നല്ലേ. ആ വരുന്നവകളിൽ നിന്നും ഇത് അല്ലാത്തതുപോലെയും. ആ വൈറുകൊണ്ട് ഉദ്ദേശിക്കുക മുത്ലഖ്, മുഖയ്യദ്, ലാഹിറ്, മുഅവ്വല്, ആം, ഖാസൊക്കെയാണ്. ഇതൊക്കെ ഈ പറയുന്ന ദലായിലുകളിൽ വരും. എവിടെ വരുന്നുണ്ടതൊക്കെ? ഫീൽ കുത്തുബിൽ ഖംസ 5 കിതാബുകളിൽ ഇവകളെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെയാണ് മുഅയ്യനത്തല്ല എന്ന് പറഞ്ഞാൽ മത്തിൽ പറഞ്ഞ ഇജ്മാലിക്ക് അർത്ഥം മുഅയ്യനത്തല്ലാത്തിന്റെ ഉദാഹരണം. അപ്പൊ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ എന്തൊന്നിന്റെ പേരിലാണോ ഫിഖീന് എടുക്കപ്പെടുന്നെങ്കിൽ ആ അടിസ്ഥാനം അങ്ങനത്തെ ലക്കബലമാകുന്ന ഉസൂൽ ഫിഖ്. അതുകൊണ്ട് മദ്ഹ് ചെയ്യപ്പെടുന്ന ഇതുകൊണ്ട് പേര് വെക്കപ്പെട്ടതായ ഫന്ന് അത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഇജ്മാലിയായിരിക്കുന്ന ദലായിലുകളാണെന്ന് മൊത്തം പറയാം. ഇത് പറയുമ്പോൾ ഇവിടെ പലതും പുറത്തു പോവേണ്ടതുണ്ട്. അതാണ് ഇനി ഷാരി പറയുന്നത്. ദലായിലു അത്തഫ്സീലിയത്തു ഇജ്മാലി എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്തുണ്ട്? തഫ്സീലിയായത് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ തഫ്സീലിയായതായ ദലീലുകൾ ഇതിൽ പെടുന്നുള്ളത് പോയി. തഫ്സീലിയായ ദലായിന്റെ ഉദാഹരണം നൗ അഖീമുസ്സലാ ഒന്ന്, വലാ തഖ്റബു സിന മറ്റൊന്ന്, വസലാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കഅബത്തി. ഇതൊക്കെ തഫ്സീലിയായ ദലീലുകളാണ്. ഇതൊന്നും ഇജ്മാലിയല്ല. അഖീമു സ്വലാത്ത നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക, വലാ തഖ്റബു സിന സിനയോട് നിങ്ങൾ അടുക്കരുത്, വസലാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കഅബ നബിയുടെ നിസ്കാരം കഅബയിലെ. ഇതൊക്കെ ദലായിലാണെങ്കിലും ഇജ്മാലിയല്ല, തഫ്സീലിയാണ്. അപ്പൊ ഈ തഫ്സീലിയായിരിക്കും ദലായിലുകളൊക്കെ ഇജ്മാലിയായ ദലീലുകളാണ് എന്ന് ഉസൂൽ ഫിഖിനെ നിർവചിച്ചപ്പോൾ അതിന് പുറത്തുപോയി. ആ നിർവചനത്തിൽ ഇത് പെടുകയില്ല. കമാ അഖ്റജഹു ശൈഖാനി ഈ പറയുന്ന നിസ്കാരത്തെ കുറിച്ചൊക്കെ ബുഖാരി, മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതുപോലെ. പിന്നെ ഒരു ഇജ്മാവും പുറത്തു പോകുന്നുണ്ട്. നമ്മള് ഇജ്മാലിയായ ദലായിൽ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പെടാത്തൊരു ഇജ്മാ ഉണ്ട്. ഒരു ഇജ്മാവും പുറത്തു പോയി. എന്തിന്റെ മേലുള്ള ഇജ്മാവ്? അല അന്ന ലി ബിന്ദിൽ ലിബിനി മോന്റെ മോൾക്കുണ്ട് അസുദസ 6/1. എപ്പോ? മാ ബിന്ദി സ്വൽബി യഥാർത്ഥ മോൾ അവിടെ ഉണ്ടായിരിക്കെ. അതായത് ഈ മോന്റെ പെങ്ങള്. അപ്പൊ മോന്റെ പെങ്ങള് അതായത് വാപ്പ മരിച്ച് ആ വാപ്പാക്ക് ഒരു മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്, മോനൊരു മകളും ഉണ്ട് എന്ന് വരുമ്പോൾ മോനും മകളും ഉണ്ടായിരിക്കുമ്പോൾ മോന്റെ മോൾക്ക് കിട്ടുക 6/1 നേരെ ആ കുട്ടിന്റെ അമ്മ ഇവിടെ ഉണ്ടാവുമ്പോ. ഇത് ഇജ്മാണ്. ഇത് കിട്ടുന്നത് എവിടെ? ഐസുല ആസിബ ലഹുമ ഇവ രണ്ടാളെയും ആസിബ ലഹുമ ഇവ രണ്ടുപേരെയും അസബ ആക്കുന്ന ആൾ അവിടെ ഇല്ലാതിരിക്കുമ്പോഴാണ്. അസബയാക്കുന്ന ആളുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഒക്കെ കൊണ്ടുപോകും. അസബയാക്കുന്ന ആളില്ലാതിരിക്കെ ഈ പറയുന്ന മോനും ആ മോന്റെ പെങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ മോന്റെ മോക്ക് 6/1 കിട്ടുകയുള്ളൂ. അത് ഇജ്മാണ്. ആ ഇജ്മാ ഇതിൽ പെടുകയില്ല. ഇവിടെ പറഞ്ഞ ദലായിലുൽ ഇജ്മാലിയിൽ പെടുകയില്ല. അതും പുറത്തുപോയി. പിന്നെ അതൊക്കെ തഫ്സീരിയാണ്. ഖിയാസുൽ അർസി അൽ ബുറി ഇനി അരിയെ ഗോതമ്പത്തിന്റെ മേൽ ഖിയാസാക്കുന്നു. എന്ത് വിഷയത്തിൽ? ഫിംതിനായി ബൈഇ ബഅ്ലിഹി ബി ബഅ്ലിൻ ഭക്ഷണ സാധനം പകരം വിൽക്കുമ്പോൾ പലിശ വരുമല്ലോ. അപ്പൊ ബഅ്ലിന് പകരം വിൽക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ അർസിനെ ബുറിന് മേൽ ഖിയാസാക്കി. ഈ ഖിയാസും
ദലാഇൽ ഇജ്മാലിൽ പെടുകയില്ല, അതും തഫ്സീലിയാണ്, പുറത്തു പോകും. ഇല്ലാ മസലൻ, ഇല്ലാ മിസിലംബി മിസിലിൻ, യദംബി യദിൻ, അങ്ങനെയുള്ള വിൽപ്പന. ആ ബാഴുൽ അർസിനെ ബാഴുൽ പകരം വിൽക്കാൻ പാടില്ല. മിസിലംബി മിസിലായിട്ടും യദംബി യദായിട്ടും, തുല്യക്ക് തുല്യമായിട്ടും റൊക്കത്തിന് റൊക്കമായിട്ടും, അങ്ങനെയല്ലാതെ ഇടപാട് നടത്താൻ പാടില്ല ഭക്ഷണ സാധനം എന്നൊരു വിഷയത്തിൽ ഗോതമ്പിനെയും അരിയും തമ്മിൽ കിയാസാക്കുന്നുണ്ട്. അങ്ങനെ കിയാസാക്കുമ്പോൾ ഈ കിയാസ് ദലായിൽ പെടുകയില്ല, ദലായിലല്ല ദലായിൽ ഇജ്മാലിയിൽ പെടുകയില്ല. ഇങ്ങനെ വിൽക്കാൻ പാടില്ല, ഇങ്ങനെ വിൽക്കാവൂ എന്നൊരു നിയമം കമാ റവാഹു മുസ്ലിം, ആ സംഭവം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതുപോലെ. പിന്നെ പുറത്തു പോകുക വസ്തിസ്ഹാബ് ത്വഹാറത്തി, ത്വഹാറത്തിന്റെ സഹവാസം, ത്വഹാറത്തുമായുള്ള സഹവാസം, അതും ദലീലാണ്. പക്ഷേ അത് ഇജ്മാലിൽ പെടുകയില്ല. ആർക്ക്? ലിമൻ ശക്ക ഫീ ബഖായിഹ, ആ ത്വഹാറത്ത് ഉണ്ടോ അവശേഷിക്കുന്നു എന്ന കാര്യത്തിൽ സംശയിച്ച ആൾക്ക് ത്വഹാറത്ത് ഇസ്തിസ്ഹാബ് ദലീല എന്ന് പറഞ്ഞാൽ ത്വഹാറത്തുണ്ടെന്ന് ഉറപ്പിച്ചു, ഒതുണ്ടെന്ന് ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചാക്കി പിന്നെ സംശയം ഒതുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ്. എന്നാ ഒതുണ്ടെന്ന് ഉറപ്പിക്കുമ്പോൾ ആ ഉറപ്പിനോട് സാവശിച്ചില്ലേ, ആ സഹവാസം വെച്ചിട്ട് ഇനി ഇയാളുടെ ഒതുണ്ടാക്കണോ വേണ്ട, ഒതുണ്ടാക്കൽ ഇയാൾക്ക് നിർബന്ധമില്ലാതെ വന്ന തെളിവെന്താ? ഇസ്തിസ്ഹാബ് ത്വഹാറത്താണ്. അപ്പൊ ആ ഇസ്തിസ്ഹാബ് ത്വഹാറത്തും ദലീൽ തന്നെയാണ്. പക്ഷെ എന്തായില്ല, ഇജ്മാലി അല്ല, തഫ്സീലിയാണ്. അപ്പൊ അതും പുറത്തു പോയി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ദലീലുകളൊക്കെ ഇപ്പോ ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ എന്ന നിർവചനത്തിൽ നിന്ന് പുറത്താ. തരീഫ് പറയുമ്പോൾ ജാമ്യം ആരും ആവണല്ലോ. അപ്പൊ ഇതൊക്കെ പുറത്തു പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഫലൈസത്ത് ഉസൂലുൽ ഫിഖ്ഹി, ഇവകളൊന്നും ഫിഖ്ഹിന്റെ അസ്ലല്ല, അതുകൊണ്ടാണ്. ഫിഖ്ഹിന്റെ അസ്ലാവണമെങ്കിൽ ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ ആവണം. ഇവകളൊന്നും അതല്ല, അതുകൊണ്ട് പുറത്തുപോയി. അപ്പൊ ഇനി സംശയം വരുന്നുണ്ട്. മുസന്നിഫിന്റെ കിതാബില് തന്നെ ചില ഉദാഹരണങ്ങൾ ഈ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ദലീലല്ല എന്ന് പറയുന്നു, അസ്ലല്ല എന്ന് പറയുന്നു, എന്നിട്ട് ഇത് കൊടുക്കുന്നുണ്ടല്ലോ എന്നാ. ആ ചോദ്യത്തിന് മറുപടിയാണ് ഇന്നമാ യുദ്ക്കർ ബാലുഹ, ചിലപ്പോ അല്ല നിശ്ചയം ഇവകളിൽ ഇവിടെ പറയപ്പെട്ടവർ ചിലതിനൊക്കെ പറയും. ഫീ കുത്തുബിഹി, മൂപ്പരുടെ കിതാബിൽ പറയും. അതെന്തിനു പറയാണ്? ദലീലായിട്ട് പറയുകയല്ല, അല്ലെങ്കിൽ പിന്നെന്താണ് ഉസൂൽ ഫിഖ്ഹിന്റെ തഅരീഫിൽ പെട്ടതായിട്ട് പറയല്ല. ലിത്തംസീലി, അത് ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. ഇങ്ങനെ കണ്ടിട്ടോ ഉദാഹരണം പഠിപ്പിക്കരുല്ലേ, അങ്ങനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് ദലായിലായിട്ട് പറയുകയല്ല എന്ന് മനസ്സിലാക്കാനാണ് ആ ഒരു സംശയം ഉദിക്കുമ്പോൾ മറുപടി കൊടുത്തത് ശാരിഹയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുസന്നിഫ് അവറുകൾ ഉസൂൽ ഫിഖ്ഹിനെ നിർവചിച്ചത്. എന്നാൽ ഇനി ഇവിടെ വേറൊരു നിർവചനമുണ്ട്, അത് പരിഗണിക്കാൻ പറ്റുന്ന നിർവചനം തന്നെയാണ്. അതുകൊണ്ടാണ് മുസന്നിഫ് കീല കൊടുത്ത് പറഞ്ഞത്. ആ കീല ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അപ്പൊ കീല പറയപ്പെട്ടിട്ടുണ്ട് ഉസൂലുൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ്ഹി എന്ന് പറഞ്ഞാൽ ഉസൂൽ ഫിഖ്ഹിന്റെ അർത്ഥം നമ്മൾ നേരത്തെ വെച്ച് അത് മഅരിഫത്തുഹ എന്ന് കൂട്ടി കൊടുക്കണം. അതായത് മഅരിഫത്തു ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തി എന്ന് കൂട്ടി കൊടുക്കണം. മഅരിഫത്തുണ്ട്, ദലായില് പറഞ്ഞാൽ പറ്റുകയില്ല, മഅരിഫത്താണ് കൊടുക്കേണ്ടത് കീല. അപ്പോ ഫിഖ്ഹിന്റെ ഇജ്മാലിയായിരിക്കുന്ന ദലീലുകൾ എന്തൊക്കെയെന്ന് അറിയണം. ഈ അറിയുന്നതിനാണ് ഉസൂൽ ഫിഖ്ഹി എന്ന് പറയുക, അല്ലാതെ ദലായിലുകളല്ല എന്ന് മുസന്നിഫ് പറഞ്ഞതിന് എതിരായിക്കൊണ്ടാണ് ഈ ഖീലക്കുള്ളതായ മറുപടി. അപ്പൊ അവകൾ അറിയണം. അവകൾ അറിയാന്ന് പറയുമ്പോ അവിടെ നിസ്ബകൾ ഉണ്ടാവും, കഥ ഉണ്ടാകും. ആ കഥയൊക്കെയുള്ളതായിരിക്കുന്ന നിസ്ബകള് സംഭവിച്ചിട്ടുണ്ട് എന്ന് വാസ്തവമാക്കുക എന്നുള്ളതാണ് അറിയാന്ന് പറഞ്ഞത്. അല്ല ദലായിൽ മാത്രം പോരാ, അങ്ങനെയാണ് നിർവചിച്ചത്. പക്ഷേ മുസന്നിഫ് തന്നെ ഈ ഖീല പരിഗണിച്ച് ഇങ്ങനെയും നിർവചിക്കാമെന്ന് പഠിപ്പിച്ചിട്ടും മുസന്നിഫ് ആദ്യം തുടങ്ങിയത് എന്തുകൊണ്ടാ? ഉസൂലുൽ ഫിഖ്ഹി ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലി എന്ന് പറഞ്ഞിട്ടാ മുസന്നിഫ് തുടങ്ങിയത്. ആ തുടക്കം തന്നെ മനസ്സിലാക്കി തരുന്നു എന്ന് നമുക്ക് ശാരി മനസ്സിലാക്കി തരുന്നുണ്ട്. റജ്ജഹൽ മുസന്നിഫു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മുസന്നിഫ് അവർ റാജിയാക്കി വെച്ചത് അൽ അവ്വല, ആദ്യം പറഞ്ഞതിനെയാണ്. ഖീലങ്ങനെ ഉണ്ടെങ്കിലും ഈ നിലക്കും നിർവചിക്കാമെങ്കിലും റാജിഹായ നിലയിൽ മുസന്നിഫ് നിർവചിച്ചു പോന്ന റാജിഹായത് ആദ്യം പറഞ്ഞതാണ് ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയാണ്. എന്തേ മുസന്നിഫ് അത് റാജിയാക്കാൻ കാരണം?
വെറുതെ റാജി ആക്കൂലൽ മുസന്നിഫ്. അതിന് കാരണം മറ്റൊന്നുമല്ല, റാജിയാക്കിയത് ഇതുകൊണ്ടാ. ബി അന്നഹു നിശ്ചയമായിട്ടും മുസന്നിഫ് അബറുകൾ ആദ്യം പറഞ്ഞ ആ നിർവചനം അഖ്റബു ഇലൽ മദ്ലൂലി ലുഗവിയ്യി, ലുഗവിയായിരിക്കുന്ന രീതിയിൽ മദ്ലൂലിന് അർത്ഥമുണ്ടല്ലോ, അതിലേക്ക് ഏറ്റവും അടുപ്പിക്കാൻ നല്ലത് അതാണ്. ഇജ്മാലി എന്ന നിർവചനം കൊണ്ട് അത്ര കുർബുണ്ടെങ്കിലും അഖറബില്ല. അഖറബ് അതാ. അപ്പൊ ആ അഖറബിനെ റാജിയാക്കി എടുത്തു മുസന്നിഫ് അങ്ങനെ പറഞ്ഞു എന്ന് വെക്കാം. അപ്പൊ ലുഗവിയായ ഒരു മദ്ലൂലിലേക്ക് അടുപ്പിക്കലുണ്ട് അവിടെ. ലുഗവിയായ മദ്ലൂലിലേക്ക് ആ മുസന്നിഫ് അവറുകൾ പറഞ്ഞ ആ റാജിയാക്ക തൈരീഫിന് കഴിയും എന്നല്ലേ പറഞ്ഞത്? എന്താ അപ്പൊ അത് പറയണ ഇങ്ങനെയാണ്. ഇതിൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ലുഗത്തൻ ഭാഷാപരമായിട്ടിന് അർത്ഥമുണ്ട്. അൽ അതില്ലത്തു ലക്ഷ്യങ്ങൾ എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഉസൂൽ ഫിഖ് എന്ന് പറയുമ്പോ അതിനെ നിർവചിക്കുന്നത് ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലി എന്ന് പറഞ്ഞാൽ ശരിയായല്ലോ. അപ്പൊ ആ ലുഗവിയായിരിക്കുന്ന മദ്ലൂലിലേക്ക് ആ തൈരീഫിലൂടെ അടുപ്പിക്കുന്നുണ്ട്. ആ തൈരീഫിലേക്ക് അടുപ്പിക്കുന്നതിന് ഉസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി അതില്ലത്തി എന്നാ. ആ അതില്ലത്തി എന്ന് പറയുന്ന അർത്ഥം എവിടെ വരുന്നുണ്ട്? ലുഗവിയായ അർത്ഥം ദലാഇലു ഫിഖ്ഹിൽ ഇജ്മാലിയിൽ വരുന്നുണ്ട് ആ തൈരീഫില്. അപ്പൊ ആ തൈരീഫാണ് അഖറബ്. അതാണ് അങ്ങനെ പറയാനുണ്ടായത്. വെറുതെ പറയല്ല, അതിനൊരു ഉദാഹരണം നമുക്ക് എടുക്കാലോ. കമാബി തൈരീബി ജമീഹിം, എല്ലാ ഉസൂലിയാക്കളും നിർവചിക്കുന്നതിൽ എന്തിനെ? അൽ ഫിഖ്ഹിനെ നിർവചിക്കുന്നതിൽ ഒരു പറയലെന്താ? ബിൽ ഇൽമി ബിൽ അഹ്കാമി എന്നാണല്ലോ. ഒരു പറയലെന്താണ്? ഫിഖ് എന്ന് പറഞ്ഞാല് വിധികളെ കൊണ്ട് അറിയുക എന്നതാണ് ഫിഖ്. അങ്ങനെ ഒരു അറിവ് ഇൽമി ബിൽ അഹ്കാമി എന്നതുകൊണ്ട് എല്ലാ ഉസൂലിയാക്കളും ഫിഖ് നിർവചിക്കാറില്ലേ? ലാ നഫ്സുഹ എന്നല്ലാതെ എന്തല്ല? ഫിഖ് എന്ന് പറഞ്ഞാൽ അഹ്കാമുകൾ എന്നതല്ല. പിന്നെന്താ? അഹ്കാമുകളെ കൊണ്ട് അറിയുക എന്നതാണ് ഫിഖ്. ആദ്യം അങ്ങനെ വെച്ചത്. ഇതിൽ ഫിഖ് ലുഗത്തൻ ഭാഷാപരമായിട്ട് ഫിഖിന്റെ അർത്ഥം എന്താ? അൽഫാമു മനസ്സിലാക്കുക എന്നല്ലേ. അപ്പൊ ഫിഖിന് അൽ ഇൽമു ബിൽ അഹ്കാം എന്ന തൈരീഫില് ഭാഷാപരമായിട്ട് അടുപ്പിക്കലുണ്ടല്ലോ. ഫിഖിന്റെ അർത്ഥം ഫഹ്മു എന്നല്ലേ. അപ്പൊ നിർവചനത്തിൽ അഹ്കാമുകൾ കൊണ്ട് അറിയുക മനസ്സിലാക്കുക എന്നുണ്ടല്ലോ. അപ്പോ അതിന് നഫ്സല്ല എന്നതുപോലെ ഇവിടെ നഫ്സല്ല, പിന്നെന്താണ്? അതിന്റെ മദ്ലൂലിലേക്ക് ലുഗവിയായ ഒരു മദ്ലൂലുണ്ട് ഇവിടെ. ആ മദ്ലൂലിലേക്ക് അടുപ്പിക്കലുണ്ട്. അതുകൊണ്ടാണ് ഉസൂൽ ഫിഖിന് ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയത്തു എന്ന ആ ഒരു തൈരീഫിനെ ബഹുമാനപ്പെട്ടവർ റാജിയാക്കിയത്. ഖീല ഇവിടെ ഉണ്ടെങ്കിലും അങ്ങനെ വരുമ്പോ ഖീല മർജൂഹായി പോകും. എന്നാലും അത് മനസ്സിലാക്കാൻ പറ്റും തൈരീഫിൽ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഖീലയെ ഇവിടെ പ്രാമുഖ്യം നൽകി മുസന്നിഫ് കൊണ്ടുവന്നതും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ റാജിമ പിടിച്ചു. അപ്പൊ ഉസൂൽ ഫിഖിനെ നിർവചിച്ചു കഴിഞ്ഞു. അപ്പൊ ഉസൂലിയു എന്ന് പറയണ്ട. ആരാണ് ഉസൂലി? ഉസൂലി എന്ന് പറഞ്ഞ മുസന്നിഫ് ഇവിടെ നിർവചിച്ചത് അൽ ആരിഫു ബിഹാ വബി തുർഖി ഇസ്തിഫാദതിഹാ വമുസ്തഫീദിഹാ എന്നതാണ് മുസന്നിഫ് അവറുകൾ ഇവിടെ നിർവചിച്ചത്. എന്ന് പറഞ്ഞാൽ ഉസൂൽ എന്ന് പറഞ്ഞാല് ദലാഇലുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ അവളെ കൊണ്ട് അറിയണം. പിന്നെ അവകൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വഴികൾ എന്താ? അതുകൊണ്ട് അറിയണം. പിന്നെ അവകൾ മനസ്സിലാക്കുന്ന രീതികളൊക്കെ ഉണ്ട്, അതുകൊണ്ടും അറിയണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു നിസ്ബയുണ്ട് ഉസൂലിയിലേക്ക്. നോക്കുക, അതിന്റെ അർത്ഥം എന്താ വെക്കേണ്ടത്? അൽ മർഉ, ഉസൂലി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. എങ്ങനത്തെ മനുഷ്യൻ? അൽ മൻസൂബ്, ചേർക്കപ്പെട്ടത്. എവിടേക്ക്? ഉസൂലി, ഉസൂലിലേക്ക് ചേർക്കപ്പെട്ടതായ ഒരാളെ കൊണ്ട് പറയാം ഉസൂലി എന്ന്. അങ്ങനെ ചേർക്കപ്പെടുമ്പോൾ അതിനൊരർത്ഥം വെക്കണ്ടേ? അയൽ മുൽത്തബിസു ബിഹി, ഉസൂലുമായി ബന്ധപ്പെട്ട ആള് എന്നപ്പോ അതിനർത്ഥം. ഉസൂലുമായി ബന്ധപ്പെട്ടവനാണ്. അപ്പൊ ഉസൂലിന് അയാൾക്ക് എന്തുണ്ട്? ബന്ധമുണ്ട് എന്ന ഐശ്യത്തിൽ കൂടെ അയാൾക്ക് ഉസൂലി എന്ന് പറയാം എന്നല്ലാതെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ആള് എന്നല്ല. ഉസൂലുമായി ബന്ധമുള്ള ആള് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഉസൂലി എന്നർത്ഥം വെക്കാം. അപ്പൊ ഉസൂലി എന്ന് പറഞ്ഞാൽ ഉസൂലിലേക്ക് ചേർക്കപ്പെട്ടു. അർത്ഥം വെക്കേണ്ടത് ഉസൂലുമായി ബന്ധമുള്ള ആള്. ആരാണ് ആള്? അൽ ആരിഫു ബിഹാ, ബിഹയുടെ മർജിലൈ ഐ ബി ദലാലിൽ ഫിഖ്ഹിൽ ഇജ്മാലിയ,
ഇജ്മാലിയായ ഫിഖിന്റെ ദലായിലുകൾ, ഫിഖിന്റെ ഇജ്മാലിയായ ദലായിലുകളെ കൊണ്ട് അറിയുന്ന ആള്. ഓബി തുറക്കി ഇസ്തിഫാദത്തിഹാ, ആ ദലായിലുൽ ഫിഖിൽ ഇജ്മാലിയേക്കുള്ള ഇസ്തിഫാദത്തുണ്ട്. ആ ഇസ്തിഫാദത്തിന്റെ വഴികളെന്താ, റൂട്ടുകളെന്തൊക്കെ, അതുകൊണ്ടും അറിയുന്ന ആളാണ്. ഇവിടെ അതിന് ഷാരി വ്യാഖ്യാനിച്ച അർത്ഥം, തുർക്കിന്റെ അർത്ഥം യഅനി അൽ മുറജ്ജിഹാത്തി, റാജിയാക്കുന്നത്, ദലീലുകളൊക്കെ റാജിയാക്കണം. അങ്ങനെ റാജിയാക്കുന്നത് എന്നതാണ് തുർക്കിൽ വെച്ചത്. അപ്പൊ ആ ദലായിലുകളെ ഒക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് റാജിയാക്കുന്ന വഴികളുണ്ട്. അത്തരം മുറജ്ജിഹാത്തുകൾ അറിയണം. എങ്ങനത്തെ മുറജ്ജിഹാത്തുകള്? അൽ മദ്കൂറ മുഅ്ലമുഹ, ആ മുറജ്ജിഹാത്തുകളിൽ നിന്ന് ബഹുഭൂരിഭാഗം പറയപ്പെട്ടിട്ടുണ്ട്. എവിടെ? ഫിൽ കുതുബി സാദിസി, 6ാമത്തെ കിതാബിൽ. ഇതാണല്ലോ മുഖവരിയിലൂടെ ഇതിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞത്. എവിടെ പറയുന്നു, എന്ത് പറയുന്നു, എന്തൊക്കെയുള്ള സൂചനകളാണല്ലോ ഈ മുഖദ്ദിമയിലുള്ളതായിരിക്കുന്ന കലാമ്. അപ്പൊ 6ാമത്തെ കിതാബിൽ മുറജ്ജിഹാത്തിന് ബഹുഭൂരിഭാഗം പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ മുറജ്ജിഹാത്തുകളെ കൊണ്ടും അറിയണം. ഓബി തുറക്കി മുസ്തഫീദിഹ, അവിടെ മുസന്നിഫ് അർത്ഥം ഐ സിഫാത്തിൽ മുജ്തഹിദിൽ മദ്കൂറത ഫിൽ കിതാബി സാബിഇ, 7ാമത്തെ കിതാബിൽ പറയപ്പെട്ടതായ ഗവേഷകന്റെ വിശേഷണങ്ങൾ എന്നതാണ് ഒബി തുർക്കി മുസ്തഫീദിഹ. അപ്പോ ഫിഖിന്റെ ഇജ്മാലിയായ ദലായിലുകളെ ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റുന്ന വഴിയെന്ന വിശേഷണങ്ങൾ, അതുകൊണ്ടും അറിയണം ഉസൂലി. അപ്പോഴേ ഉസൂലി ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു തത്വം കിട്ടിയിട്ട് ഉസൂലി ആവുകയില്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം കൊണ്ട് അറിഞ്ഞാൽ ഉസൂലി എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായല്ലോ ഈ താരീഫ് കൊണ്ട്. വയുഅബ്ബറു അൻഹ, ഇനി ഇവിടെ ഈ സിഫാത്തുൽ മുജ്തഹിദി എന്നല്ലേ ഒബിതുർക്കി മുസ്തഫീദിഹ എന്നതിന് അർത്ഥം വെച്ചത്? അപ്പൊ ആ സിഫത്തുകളെ തൊട്ട് ഇബാറത്തിട്ട് പറയാം. എങ്ങനെ പറയാം? ബി ശുറൂത്തിൽ ഇജ്തിഹാദി എന്നും പറയാം. ഗവേഷണത്തിനുള്ള നിബന്ധനകൾ എന്നും മുസ്തഫീദിഹ എന്നതിനെ സിഫാത്തുൽ മുജ്തഹിദ് എന്ന് വ്യാഖ്യാനിച്ചപ്പോ അതിനെ തൊട്ട ഇബാറത്ത് ഇതുകൊണ്ടും പറയാം. അപ്പൊ അങ്ങനെയൊക്കെ അറിയുന്ന ആള് ഉസൂലിയെ. വബിൽ മുറജ്ജിഹാത്തി, മുറജ്ജിഹാത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഐ ബി മഅരിഫത്തിഹ, മുറജ്ജിഹാത്ത് എന്ന് പറഞ്ഞാല് ആ മുറജ്ജിഹാത്തുകളെ അറിയൽ കൊണ്ട് എന്താകും? തുസ്തഫാദു ദലായിലുൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയും ആ മുറജ്ജിഹാത്തുകളെ കൊണ്ട്. അതായത് ഐമ, ഒന്നിനെ, ഇദല്ലു അലൈഹി, ആ ഒന്നിന്റെ മേൽ ഫിഖ് അറിയിക്കുന്നു, അല്ലെങ്കിൽ ആ ഒന്ന് ഫിഖിന്റെ മേൽ അറിയിക്കുന്നു എന്നർത്ഥം വെക്കെന്തായാലും വേണ്ടില്ല. അങ്ങനത്തെ ഇതിനെ മനസ്സിലാക്കപ്പെടാൻ കഴിയും ഈ മുറജ്ജിഹാത്തുകൾ അറിയൽ കൊണ്ട്. അത് ആ ഒന്ന് തന്നെ മിൻ ജുംലത്തി ദലായിലിഹി തഫ്സീലിയത്തി, ഈ ഫിഖിന്റെ തഫ്സീലിയായ ദലീലുകളുടെ കൂട്ടത്തിൽ പെട്ട നിലയിൽ തന്നെ ഫിഖ് അതിന്റെ മേലിൽ അല്ലെങ്കിൽ ഫിഖിന്റെ മേൽ അത് അറിയിക്കും. അങ്ങനത്തെ ഒന്നിനെ മനസ്സിലാക്കാൻ ഈ മുറജ്ജിഹാത്തുകളെ അറിഞ്ഞാൽ കഴിയും. ഇന്ത തആറുദിഹ, എപ്പോഴാണ് ഇതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത് തഫ്സീലായിട്ട് വരാ? പിന്നെ ഇവകൾ, ഈ ദലായിലുകൾ തമ്മിൽ എതിരാവും. ഈ ദലായിലുകൾ തമ്മിൽ എതിരാകുന്ന സമയത്ത് അതിനെന്താക്കിയിട്ട് തെർജിയാക്കിയിട്ട് അറിയണം. അങ്ങനെ തെർജിയാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഒന്ന് ഇന്നതാണ് ആ ഫിഖിന്റെ തെളിവ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വബി സിഫാത്തിൽ മുജ്തഹിദി, മുജ്തഹിദിന്റെ സിഫാത്ത് എന്ന് പറഞ്ഞാൽ ഐ ബി ഖിയാമിഹാ ബിൽ മർഇ, ഒരു മനുഷ്യനിൽ ആ ഗവേഷണങ്ങൾ ഉണ്ടാവൽ കൊണ്ട്, നിൽക്കൽ കൊണ്ട് യകൂനു, ആ മനുഷ്യനാകും എന്താകും? മുസ്തഫീദൻ ലിതിൽക ദലായിലി, ആ പറയുന്ന ഫിഖിന്റെ ഇജ്മാലിയായിരിക്കുന്ന ആ ദലീലുകളെ എന്താകും? മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആളായി മാറും. എന്ന് പറഞ്ഞാൽ ഐ അഹിലൻ ലിസ്തിഫാദത്തിഹ, ആ ദലീലുകളെ മനസ്സിലാക്കലിലേക്ക് അഹിലായി വരും. എന്തുകൊണ്ട്? ബിൽ മുറജ്ജിഹാത്തി, അതിനെ റാജിയാക്കുന്ന ഏതൊക്കെയോ അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ ആ ദലായിലുകളെ മനസ്സിലാക്കിയെടുക്കാൻ യോഗ്യനായിട്ട് ഇയാൾ മാറും. അപ്പൊ യസ്തഫീദൽ അഹ്കാമ മിൻഹ, അപ്പൊ പിന്നെ ആ ദലായിലുകളിൽ നിന്ന് ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിധികളെ അയാൾ മനസ്സിലാക്കിയെടുക്കും. അതാണ് മുജ്തഹിദ്.
ഇങ്ങനെയൊക്കെ വരും. ഒലി തവഖുഫിസ്തിഫാദത്തിൽ അഹ്കാമി മിൻഹ, ആ പറയുന്ന ദലായിലുകളിൽ നിന്ന് ഫിഖ്ഹിനെ മനസ്സിലാക്കുന്നതിന്റെ വിധികളെ മനസ്സിലാക്കിയെടുക്കൽ തവഖുഫായി. അല്ലത്തി, എങ്ങനത്തതായ വിധികൾ, ഹിയൽ ഫിഖ്ഹു, അതാണ് ഫിഖ്ഹ്, അതാണല്ലോ ഫിഖ്ഹ്. ആ ഫിഖ്ഹിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തവഖുഫായി. എന്തിന്റെ മേൽ തവഖുഫായി? അലൽ മുറജ്ജിഹാത്തി, റാജിയാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയോ, സിഫാത്തിൽ മുജ്തഹിദി, മുജ്തഹിദിനുള്ള സിഫാത്തുകൾ എന്തൊക്കെയോ അതിന്റെ മേൽ തവഖുഫായി വന്നു. ഇപ്പൊ ഫിഖ്ഹിനെ അറിയല്, ആ ഫിഖ്ഹിനെ മനസ്സിലാക്കിയെടുക്കല്, ആ വിധികളെ മനസ്സിലാക്കിയെടുക്കൽ തവഖുഫായി അതിന്റെ മേലിൽ വന്നു. അലൽ വജ്ഹി സാബിഖി, മുമ്പ് പറഞ്ഞ അതേ രീതി എന്ന് പറഞ്ഞാൽ മുറജ്ജിഹാത്തിൽ പരിഗണിക്കപ്പെടുന്നത് അവകൾ അറിയുക, മുജ്തഹിദിന്റെ സിഫത്തുകൾ പരിഗണിക്കപ്പെടുന്നത് മനുഷ്യൻ ആ സിഫത്ത് ഉണ്ടാവുക എന്ന ആ മുമ്പ് പറഞ്ഞ ന്യായത്തിന്മേൽ ഈ പറഞ്ഞ സിഫത്തുകളുടെയും മുറജ്ജിഹാത്തിന്റെ മേലിലുമാണ് വിധികളെ മനസ്സിലാക്കുക എന്നുള്ള തവഖുഫായി. അങ്ങനെ തവഖുഫായതിന് വേണ്ടി ആ മുറജ്ജിഹാത്തിനെയൊക്കെ സിഫാത്തിനൊക്കെ ഉസൂലിയാക്കൾ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഫീ തഅരീഫിൽ ഉസൂലി, ഉസൂലിന്റെ 2 തഅരീഫിൽ പറഞ്ഞു. ഉസൂൽ 2 തഅരീഫ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നില്ലേ, അതിന്റെ 2 തഅരീഫ്. ആ 2 തഅരീഫിലൂടെ പറഞ്ഞു. എങ്ങനത്തെ ഉസൂല്? അൽ മൗദൂഇ, നിശ്ചയിക്കപ്പെട്ടത്. എന്തിന്? ലിബയാനിമ, ഒന്നിനെ വിശദീകരിക്കാൻ വേണ്ടി. എങ്ങനത്തെ ഒന്ന്? യതവഖഫു അലൈഹിൽ ഫിഖ്ഹു, ആ ഒന്നിന്റെ മേലാണല്ലോ ഫിഖ്ഹ് തവഖുഫാവുന്നത്. അപ്പൊ ഫിഖ്ഹ് തവഖുഫായി നിൽക്കുന്ന ഒന്നുണ്ട്, ആ ഒന്നിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിക്കപ്പെട്ടതാണ് ഉസൂൽ. അങ്ങനത്തെ ഉസൂലിന്റെ 2 നിർവചനം പറഞ്ഞു. ആ നിർവചനത്തിൽ ആ പറഞ്ഞ മുറജ്ജിഹാത്തുകളും സിഫാത്തുൽ മുജ്തഹിദൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉസൂലിയാക്കള്. ആ ഒന്ന് എന്തിനാല്? മിന്നദില്ലത്തിഹി, അത് ഫിഖ്ഹിന്റെ ലക്ഷ്യങ്ങളാൽ. പക്ഷെ ആ ലക്ഷ്യം തഫ്സീരിയല്ല, പിന്നെന്താ? ലാക്കിൻ ഇജ്മാലിയത്തി, എങ്കിലും ഇജ്മാലിയായ തെളിവുകളിൽ എന്നാണ്, അതിൽ നിന്നാണ് എടുക്കുന്നത്. കമാ തഖദ്ദമ, അതാണല്ലോ തഅരീഫിൽ മുമ്പ് പറഞ്ഞത്. ദൂന തഫ്സീലിയത്തി, തഫ്സീരത്തിന് കൂടാതെ ഇജ്മാലിയായ ലക്ഷ്യങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഗസറത്തിയ ജിദ്ദൻ, വളരെ അധികമുള്ളതാണല്ലോ ഇജ്മാലിയായിരിക്കുന്ന അതില്ലത്തുകൾ, അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത്. വമിനൽ മുറജ്ജിഹാത്തി വസിഫാത്തിൽ മുജ്തഹിദി, ഫിഖ്ഹിന്റെ ലക്ഷ്യങ്ങൾ ഇജ്മാലിയായിരിക്കുന്ന അതില്ലത്തും അതോടൊപ്പം തന്നെ മുറജ്ജിഹാത്തുകളും മുജ്തഹിദിന്റെ സിഫത്തുകളും ഒക്കെ കൂടിയിട്ടാണ്, അതിനൊക്കെ പാടെയാണ് എന്ത് വരുന്നത്? ഈ ഫിഖ്ഹിനെടുക്കുന്നത്. അപ്പോ അങ്ങനെ ആ തഅരീബിൽ അതൊക്കെ പറഞ്ഞെങ്കിലും ഉസൂലിയാക്കളൊക്കെ തഅരീബിൽ മുറജ്ജിഹാത്തും സിഫാത്തുൽ മുജ്തഹിദൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഓരോ സംശയങ്ങളുണ്ട്, അതിനുള്ള മറുപടികളും മറ്റുള്ളതൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്. അതൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ ശറയിൽ നോക്കിയിട്ട് എടുക്കുക. നമ്മളിവിടെ വിശദീകരിക്കുന്ന കാര്യത്തിൽ വല്ല കുറവുകളും വല്ല സംശയം വരുമ്പോൾ നമുക്ക് അതേ ഇബാറത്ത് എടുത്തിട്ട് തന്നെ ചർച്ച ചെയ്തിട്ട് ശരിയാക്കണം. എന്നിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനത്തിലൂടെ പോകാം. അതിനാണല്ലോ അവിടെ ബന്നാനും തഖ്രീറൊക്കെ കാണുന്നത്, മറ്റു പല സർവൊക്കെ ഉണ്ടാവുമല്ലോ. മുസന്നിഫ ബറുകൾ ഈ പറയുന്ന മുറജ്ജിഹാത്തും സിഫാത്തൊക്കെ കളഞ്ഞു ചെയ്തു. കമാ അലിംത, നീ അറിഞ്ഞതുപോലെ മഹാനവറുകൾ പറഞ്ഞ ഉസൂൽ ഫിഖ്ഹിൽ ഈ തഅരീഫിൽ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതവിടെ കളഞ്ഞു ചെയ്തു. ലിമ ഖാലു, മുസന്നിഫ് അവറുകൾ അതിനെ പറഞ്ഞിക്കണല്ലോ. ആ പറഞ്ഞ ഒന്നിനെ നീ അറിഞ്ഞില്ലേ? അതെന്തിനാല്? മിൻ അന്നഹ, നിശ്ചയമായിട്ടും ഈ പറയുന്ന മുറജ്ജിഹാത്തുകളൊക്കെ ലൈസ, അവകൾ അല്ല. പിന്നെന്താ? മിനൽ ഉസൂലി, അത് ഉസൂലിൽ ആകുന്നില്ല എന്നതാണല്ലോ മൂപ്പര് പറഞ്ഞത്, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പിന്നെ ഇന്നമാ തുതുക്കറു, ഈ പറയുന്ന മുറജ്ജിഹാത്തുകളൊക്കെ പറയപ്പെടുന്നത് ഫീ കുത്തുബിഹി, മൂപ്പര് കിതാബിൽ പറയപ്പെടുന്നത് ലി തവഖുഫി മഅരിഫത്തിഹി, ആ ഉസൂല് അറിയ തവഖുഫായി, അലാ മഅരിഫത്തിഹ, ആ മുറജ്ജിഹാത്തും ആ സിഫാത്തും അറിയലിന്റെ മേലിൽ എന്തായി ഈ ഉസൂലിനെ അറിയ തവഖുഫായതുകൊണ്ട് പറഞ്ഞതാണ്, ആ ഉസൂല് പെട്ടത് കൊണ്ടല്ല. എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞത്? ലി അന്നഹ, ഈ പറയുന്ന മുറജ്ജിഹാത്തും സിഫാത്തിനെ കുറിച്ച് അറിയാ എന്നുള്ളത് ത്വരീഖുൻ ഇലൈഹി, അത് ആ ഉസൂലിലേക്കുള്ള റൂട്ടാണ്.
അപ്പൊ ഉസൂലാകുന്ന ആ സംഗതിയിലേക്ക് ലക്ഷ്യം, അവിടേക്ക് എത്താൻ റൂട്ടാണ് മുറജ്ജിഹാത്തും സിഫാത്തും എന്നല്ലാതെ ഉസൂൽ പെട്ടതല്ല. അതുകൊണ്ടാണ് മുസന്നിഫ് അവർ ആ റൂട്ട് പറയുമ്പോൾ പറയണത്. കാല അങ്ങനെ മുസന്നിഫ് പറയുകയാണ്, ആ സമയത്ത് ആ മുറജ്ജിഹാത്തുകളെയും സിഫാത്തുകളെയും പറയല് ഈ തഅരീഫിൽ ഉസൂലി, ഉസൂലിയുടെ തഅരീഫിൽ ആ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത് കദിക്രിഹിം ഫുഖഹ അല ഉസൂലിയാക്കൾ പറയും പോലെയാണ്. എവിടെ? ഫീ തഅരീഫിൽ ഫഖീഹി, ഒരു ഫഖീഹിനെ കുറിച്ച് നിർവചിക്കുമ്പോൾ മാ ഒന്ന് യതവഖഫു അലൈഹിൽ ഫിഖ്ഹു, ആ ഒന്നിന്റെ മേലിലാണല്ലോ ഫിഖ് തവഖുഫാവുന്നത്. അപ്പൊ ഫിഖ് തവഖുഫാവുന്ന നിൽക്കുന്ന ഒരു കാര്യമാണ് ഫഖീഹിനെ നിർവചിക്കുവാൻ വേണ്ടി ഉസൂലിയാക്കൾ പറയാറ്. ആ ഒന്ന് എന്തിനാലാണ്? മിൻ ശുറൂത്തിൽ ഇജ്തിഹാദി, ഗവേഷണത്തിനുള്ള നിബന്ധനകളാൽ. എവിടെ? ഹൈസു ഖാലു, ഈ ഫുഖഹാക്കൾ പറയുന്നിടത്ത് എന്താ പറയാ? അൽ ഫഖീഹു അൽ മുജ്തഹിദു, ഫഖീഹ് എന്ന് പറഞ്ഞാൽ ഗവേഷകനാണ് എന്ന് അവർ നിർവചിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നിടത്തിന്റെ ഉദ്ദേശം എന്താണ്? ഫിഖ് തവഖുഫാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു. ഇജ്തിഹാദ് ചെയ്യുന്ന ആക്കേ ഫിഖിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഫിഖിനെ കണ്ടെത്തണമെങ്കിൽ എന്താണ്? അത് ഷർത്താണ്, ഇജ്തിഹാദിന്റെ ഷർത്താണ്. എന്താവണം? മുജ്തഹിദാവുമ്പോ അതിനനുസരിച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അത്തരമൊരു നിബന്ധന പാലിക്കുമ്പോൾ ഫിഖിന് കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ് അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്ന് ഫഖീഹിനെ നിർവചിക്കുന്നവർ പറയുന്നത്. എന്നതുപോലെ ഉസൂലി എന്ന് പറയുന്നതിനെ കണ്ടെത്താനുള്ള മാർഗമാണ് മുറജ്ജിഹാത്ത്, മുജ്തഹിദിനുള്ള സിഫാത്ത് എന്നേ പറയാനുള്ളൂ. ഉഹുവ, ഈ പറയുന്ന ഫഖീഹ് ദുദ്ദറജത്തിൽ ഉസ്ത അറബിയത്തം വ ഉസൂലൻ, അടിസ്ഥാനപരമായിട്ടും അറബിയായിട്ടും ഒരു മധ്യമായ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്. ഇല ആഖിരി സിഫാത്തിൽ മുജ്തഹിദ്, അങ്ങനെ മുസന്നിഫ് അവറുകൾ മുജ്തഹിദിനുള്ള സിഫത്തിന്റെ എന്തൊക്കെയുണ്ടോ അതുവരെ അങ്ങ് പറഞ്ഞിട്ടുമുണ്ട്. വമാ ഖാലു, അവര് പറഞ്ഞിട്ടില്ല അൽ ഫഖീഹു അൽ ആലിമു ബിൽ അഹ്കാമി എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. ഫഖീഹ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ കൊണ്ട്, കർമ്മത്തിന്റെ വിധികൾ കൊണ്ട് അറിയുന്ന പണ്ഡിതനാണ് ഫഖീഹ് എന്നൊരു പറഞ്ഞില്ല, അതൊരു പറഞ്ഞതുമില്ല. അങ്ങനെ പറയാത്തയിടത്തും ഫഖീൽ മുജ്തഹിദ് പറയുന്നിടത്തും ഇതല്ലേ മനസ്സിലാക്കേണ്ടത് എന്നതുപോലെയാണ് ഇപ്പൊ ഇവിടെ ഉസൂലിയെ പറ്റി പറഞ്ഞപ്പോ അത് കൊണ്ടുവരാനുള്ള ന്യായം. ഹാദാ, ഇത് കലാമുഹു, മുസന്നിഫിന്റെ കലാമാണ്. അൽ മുവാഫിഖു ലില്ലാഹിൽ മത്നി, ഇവിടെ മത്തിന് പറഞ്ഞല്ലോ, ആ മത്തിന് മനസ്സിലാകുന്നതിനോട് യോജിക്കുന്ന രീതിയിലുള്ള സംസാരം ഇതാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഷാരിഹ് പറയുന്നു. എവിടെ? ഫി അന്നൽ മുറജ്ജിഹാത്തി വസിഫാത്തിൽ മുജ്തഹിദി, മുജ്തഹിദിന്റെ വിശേഷണങ്ങളും തർജിഹാത്തുകളും ഒക്കെ തരീഖുൽ ലിദ്ദലാഇൽ ഇജ്മാലിയ, ഇജ്മാലിയായിരിക്കുന്ന ദലീലുകൾക്കുള്ള റൂട്ടാണ് എന്ന മുസന്നിഫ് പറയുന്നിടത്ത് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അല്ലദീ, എങ്ങനത്തെ ത്വരീഖ്, ബന അലൈഹി, ആ ത്വരീഖിന്റെ മേലിൽ മുസന്നിഫ് എടുത്തു മാ ഒന്നിനെ ലൻ യുസ്ബഖിലൈ, അതിലേക്ക് മുൻകടക്കപ്പെട്ടിട്ടില്ല, അങ്ങനത്തത് അത് മുന്നാരും പോയിട്ടില്ല. അപ്പൊ അതിലേക്ക് മുൻകടക്കപ്പെടാത്തതായിരിക്കുന്ന ഒന്നിനെ ഈ ത്വരീഖിന്റെ മേലിൽ എടുത്തു. അങ്ങനത്തതായ ഒരു ത്വരീഖാണ് എന്ന് പറഞ്ഞു. കമാ ഖാല മിൻ ഇസ്ഖാതിഹ മിൻ തഅരീഫിൽ ഉസൂലി, ഉസൂലിന്റെ രണ്ട് നിർവചനം പറഞ്ഞവിടെ. ആ രണ്ട് നിർവചനത്തിൽ നിന്ന് ഈ പറയുന്ന മുറജ്ജിഹാത്തും സിഫാത്തുൽ മുജ്തഹിദും മുസന്നിഫ് കളഞ്ഞല്ലോ. ആ കളഞ്ഞതിനാൽ മുസന്നിഫ് പറഞ്ഞില്ലേ, ആ കളഞ്ഞുകൊണ്ട് പറഞ്ഞു. അതുപോലെ എത്തരത്തിൽ നീ ഹബീറും, നല്ല ഉത്ബോധമുള്ള ആളല്ലേ, മിമ്മാ തഖദ്ദമ ബി അന്നഹാ ത്വരീഖുൽ ലിദലാഇൽ തഫ്സീലിയ, അവകളൊക്കെ തഫ്സീലിയായ ലക്ഷ്യങ്ങൾക്കുള്ള വഴിയാണ് ആ മുറജ്ജിഹാത്തും ആ സിഫാത്തുൽ മുജ്തഹിദും എന്നതുകൊണ്ട് മുമ്പ് പറഞ്ഞവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ, അറിയാൻ കഴിയുമല്ലോ എന്ന് സാരിയ പറയാം. അപ്പൊ വക അന്നദാലിക സറായിലേഹി, അപ്പൊ മുസന്നിഫ് അവറുകൾ എന്തായി? ആ പറയുന്നതിലേക്ക് മുസന്നിഫ് നടന്നതുപോലെയായി. എന്തിനാല്? മിൻകൗനി തഫ്സീലിയെ, തഫ്സീലിയാവുക, ജുസ്ഇയാത്തിൽ ഇജ്മാലിയത്തി, ഇജ്മാലിയായ ദലാലുകൾ ജുസ് ആയിട്ട് തഫ്സീൽ ആവുക
എന്നതിൽ നിന്ന് മുസന്നിഫ് ആ ഇജ്മാലിയായി പറഞ്ഞ തരീഫ് ഉണ്ടല്ലോ, ആ തരീഫിലേക്ക് പോയതുപോലെ ഇരിക്കുന്നുണ്ട്. വഹുവ ഇങ്ങനെ നടന്നു പോയത് മുന്തഫിഉൻ അത് ഇല്ലാതെയാകുന്നതാണല്ലോ. ബിഅൻ തവഖഫൽ തഫ്സീലിയത്തു തഫ്സീലിയാ നിൽക്കുക, അലാമാ ദുക്കിറ പറയപ്പെട്ടതിന്റെ മേലിൽ തഫ്സീലി നിൽക്കുക എന്നതുകൊണ്ട് എന്തായിസ്യത്തിൽ കൂടെ മിന്നൈസു തഫ്സീലുഹ ആ തഫ്സീലിയായ ദലീലുകൾ തന്നെ അൽ മുഫീദുൽ അഹ്കാമി ഹുക്കുമുകളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ തഫ്സീലിയായ അതില്ലത്തുകൾ എന്നത് ഐസ്യത്തിൽ കൂടെ പറയപ്പെട്ട മുറജ്ജിഹാത്തും സിഫാത്തുൽ മുജിത്തഹിദിന്റെ മേലില് അത് തവക്കുഫാണല്ലോ എന്ന് വെക്കുമ്പോ അതുകൊണ്ട് തന്നെ മുസന്നിഫ് ഈ പോയ റൂട്ട് ഇല്ലാതെയാകുന്നുണ്ട്. പിന്നെ അല അന്ന തവക്കുഫഹ നിശ്ചയമായിട്ടും ആ തഫ്സീലിയായിരിക്കുന്ന അതില്ലത്തിന്റെ തവക്കുഫ് അലാ സിഫാത്തിൽ മുജിത്തഹിദി മുജിത്തഹിദിന്റെ സിഫാത്തിന്റെ മേൽ നിൽക്കുക എന്നുള്ളതും മിൻദാലിക അതിൽപ്പെട്ട് തന്നെയല്ലേ. മിന്നൈസ് ഹുസൂലിഹൽ മർഇ ഒരു മനുഷ്യന് ആ സിഫാത്തുൽ കരസ്ഥമാവുക എന്ന ഹൈസ്യത്ത് വെക്കുമ്പോ അതേ ഹൈസ്യത്തിൽ പെട്ട തന്നെയല്ലേ മുജിത്തഹിദിന്റെ സിഫാത്തും ഈ പറയുന്ന സിഫത്തിന്റെ മേലിൽ ഈ തഫ്സീർ തവഖുഫാക എന്നുള്ളത്. അല്ലാതെ ലാ മഅരിഫത്തുഹ ആ സിഫാത്തുകൾ അറിയുക എന്നുള്ളത് അല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വിശദീകരണം. അപ്പൊ ആകത്തുകവൽ മുഅ്തബറു ഫീ മുസമ്മയിൽ ഉസൂലിയി അപ്പൊ ഫീ മുസമ്മൽ ഉസൂൽ മുസമ്മയല്ല ഫീ മുസമ്മൽ ഉസൂലിയി ഉസൂലിയായ ആളുടെ മുസമ്മയിൽ പരിഗണിക്കപ്പെടുന്നത് എന്താ മഅരിഫത്തുഹ ഈ പറയുന്ന മുറജ്ജിഹാത്തും സിഫാത്തുകളൊക്കെ അറിയലാണ്. അതല്ലാതെ ലാ ഹുസൂലുഹ ആ സിഫത്തുകൾ അയാളിൽ നിൽക്കുക എന്നല്ല. കമാ തഖദ്ദമ കുല്ലു ദാലിക ഇത് മുഴുവനും മുമ്പ് പറഞ്ഞത് പോലെ. അങ്ങനെ ആകെ തുക ഇവിടെ ഇതിനൊക്കെയാണ് വിശദീകരിച്ചിട്ട് റദ്ദും ചെയ്ത് ഇത്രാളും കൊണ്ടുവന്ന് പിന്നെ സംശയം കൊണ്ടുവന്നുള്ള മറുപടികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ തഅരീഫ് സംബന്ധമായി അഥവാ ഉസൂൽ ഫിഖ്ഹി ദലായിലുൽ ഫിഖ്ഹി ഇജ്മാലിയത്തു വൽ ഉസൂലിയു അൽ ആരിഫ് ബിഹാ വബിതുർഖി ഇസ്തിഫാദതിഹാ വമുസ്തഫീദിഹ എന്നതിന്റെ വ്യാഖ്യാനമാണ് ഇപ്പോൾ നടത്തിയത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതാകെപ്പാടെ ആറ്റിക്കുറിക്കിട്ട് ഇനി പറയാനുണ്ട്. അതാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പൊ പറഞ്ഞ വിഷയം നിങ്ങൾ ഗഹനമായി ചിന്തിച്ച് നിങ്ങളെ ബുദ്ധിയും അറിവും ഞാനുമായി പങ്കുവെക്കുക. സംശയങ്ങൾ മറ്റുള്ളവർക്ക് ദൂരീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം പലതുകൊണ്ടും ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവാം, ചില ആളുകൾക്ക് വിരസമുണ്ടാവാം. ക്ഷമിക്കണം. ഒരു വിഷയമായി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള കിതാബുകളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ സമയം പരിധി വെച്ചാൽ എവിടേക്കും ഈ വിഷയം എത്തിത്തീരുകയില്ല. അപ്പൊ കഴിവിന്റെ പരമാവധി ബയാനൊക്കെ ചുരുക്കി നമ്മളൊക്കെ മോരയന്മാരായത് കൊണ്ട് അങ്ങനെ പറയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വേണ്ടതുപോലെയൊക്കെ കൈകാര്യം ചെയ്യുക എന്നുണർത്തി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയോടെയും വസിയത്തോടുകൂടെയും ഈ ക്ലിപ്പ് ഈ ഗ്രൂപ്പിലേക്ക് വിടുകയാണ്.